അപ്പൊ ടാസ്ക് എന്താന്ന് വെച്ചാല് നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ പറയണം. അതായത് ചേട്ടനെ കുറിച്ചിട്ട് എന്തൊക്കെ ഡിന്നിക്ക് അറിയാം, ഡിന്നിനെ കുറിച്ചിട്ട് എന്തൊക്കെ ചേട്ടൻ അറിയാം. അങ്ങനെ ലവ് മാരേജ് അല്ലേ, അപ്പൊ എല്ലാം അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, സെറ്റ് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് തെറി വിളിക്കും രണ്ടുപേരും കൂടി. അതെ, അത് നിങ്ങളുടെ തോന്നലാണ് എല്ലാം അറിയാന്നുള്ളത്. അതിപ്പോ തെളിയും. അതെ, ഇപ്പൊ തെളിയും. അത് ഇതുണ്ട് കേട്ടോ, ജയിച്ച ആർക്ക് സമ്മാനം ഉണ്ട്. സമ്മാനം ഡിന്നിയാണ് ജയിച്ചെങ്കിൽ ചേട്ടന്റെ വക ഉമ്മ. ഞാൻ ജയിച്ചാ ചേട്ടന് എനിക്ക് ഞാൻ ജയിച്ചാലോ ഡിന്നി തരും. എന്തായാലും ഉമ്മ ഉറപ്പാ. ഓരോന്നും ഓരോ ആൻസറാണോ ഇതുണ്ട്? എന്നിട്ട് മാച്ച് കളയണം, അല്ലെങ്കിൽ മുകളിൽ എഴുതിയാലും പോരെ? അല്ല, അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ എഴുതാ നിങ്ങൾക്ക്. ഞാൻ കാണുന്നത് ചേട്ടൻ കാണുന്നത്. ഓക്കെ, ഒളിഞ്ഞു നോക്കരുത് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, നമ്മള് അങ്ങനെ ചെയ്യില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിതൊക്കെ മറ്റേ സെലിബ്രിറ്റീസിന് മാത്രം കണ്ടിട്ടുള്ളൂ, എനിക്ക് ഇഷ്ടമായി. സെലിബ്രിറ്റീസ് അല്ലേ? അങ്ങനെ പറയ്. ആളുകളാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എടാ, ഇത് കാൽക്കുലേറ്റ് ചെയ്തോ കേട്ടോ. പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞത്. ഞാൻ കൊപ്പടിക്കില്ല, അതിനാണ് ഞാൻ അങ്ങനെ വെച്ചേക്കണേ. പൊന്നെ മോനെ, ഞാൻ പരീക്ഷയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നില്ല, ഞാൻ ഒരു പഠിപ്പിയായിരുന്നോ? അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനും സ്വാഭാവികം. ഓക്കെ, ഫസ്റ്റ് പ്രപ്പോസ് ആക്കിയ ഡേറ്റ്. ചേട്ടൻ എഴുതി അത് വലുതാക്കി എഴുതണോ? സ്ക്രീനിൽ കാണിക്കാൻ പറ്റത്തില്ല. സ്ക്രീനിൽ കാണുന്നുണ്ട് അല്ലേ? കാണണം. ഞാൻ മാച്ച് വലുതാക്കി എഴുതാം. ഇയർ വേണോ? അല്ല, അത് ഇയറോ നിങ്ങൾ എങ്ങനെയാണെന്ന് എഴുതിക്കോ. ഇയർ എഴുതി കഴിഞ്ഞാൽ ഇയറിൽ വെച്ച് അഡ്ജസ്റ്റ് മനസ്സിലാക്കാം. കൃത്യമാണത്. കാണിക്കട്ടെ, ഇനി ചേട്ടാ കാണിച്ചു. ഓ, കറക്റ്റ്. മെയ് 18. ശരി. എവിടെ എഴുതിയത്? അപ്പൊ ഇപ്പുറത്ത് എഴുതിയാ അത് വേറെ ഡേറ്റ് ശരിയായാലോ? അല്ല, ഇവിടെ മെയ് 18 മാച്ച് കളഞ്ഞത് വലുതാക്കി. ഞാൻ ചോദിച്ചത്. ഞാൻ അടുത്തത് നെക്സ്റ്റ് വൺ. ഡിന്നിയുടെ ഫേവറേറ്റ് ഫുഡ്. അയ്യോ, അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്റെ ഫേവറേറ്റ് ഫുഡാ. അപ്പൊ ചേട്ടൻ അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം അതല്ല ഉദ്ദേശിക്കുന്നത്. ഫേവറേറ്റ് ചേട്ടൻ എന്ത് കഴിച്ചാലാണ് അവൾക്ക് ഇഷ്ടം വരാ? അയ്യോ, വലുതാക്കി എഴുതണല്ലേ, സോറി. ഒന്ന് വലുതാക്കി എഴുതട്ടെ കേട്ടാ. കാണിക്ക്. ചേട്ടൻ കാണിച്ചു. നിങ്ങൾ ഞാൻ വിചാരിച്ച പോലെ ഇത് വരുന്നല്ലോ. ഇനി ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ്. ചേട്ടന്റെ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിഷ് ഡിഷാണോ അതോ ഫേവറേറ്റ് ആയിട്ട് കഴിക്കുന്നത് എന്താണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കഴിക്കും. അതുപോലെ അങ്ങനെയാണെങ്കിലും ഇഷ്ടപ്പെട്ട ഐറ്റം എന്താണ്? കഴിക്കാൻ എന്താ ഇഷ്ടമുള്ള എന്താണ്? വല്ലാത്ത എഴുത്താണല്ലോ. ചിക്കൻ ആണോ? കറക്റ്റ്. സ്ലേറ്റിലൊക്കെ എത്ര നാളെ ഒന്നാം ക്ലാസ്സിൽ എഴുതാ. ഡിന്നിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടമായിരിക്കുമല്ലോ. മനസ്സിലായില്ല. എന്തെങ്കിലും ഡാൻസ് കളിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനായിരിക്കാം. അങ്ങനെ ഡിന്നിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ശരി, നിങ്ങളെ ഒരുമിച്ച് ജീവിക്കണേ. അങ്ങനെ ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആളെഴുതുന്നുണ്ട്. എഴുതി കഴിഞ്ഞു. ഇഷ്ടമുള്ള സംഭവം അല്ല, എങ്ങനത്തെ സംഭവം? എന്തെങ്കിലും ഇഷ്ടം. ഇപ്പൊ വെറുതെ ഇരിക്കാനായിരിക്കാം, ഡാൻസ് കളിക്കാനായിരിക്കാം, ഫുഡ് കഴിക്കാനായിരിക്കാം, പാട്ട് പാടാനായിരിക്കാം, വ്ളോഗ് ചെയ്യാനായിരിക്കാം, നടക്കാനായിരിക്കാം, ഇപ്പൊ ചേട്ടൻ്റെ ഒപ്പം ഇരിക്കാനായിരിക്കാം. അതല്ലേ, ഉണ്ണിയുടെ ഒപ്പം ഇരിക്കാനായിരിക്കാം. അതായിരിക്കും എഴുതുണ്ടാവുക. അതല്ല അത്ര. സ്ലീപ്പ്, നത്തിങ്. എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ട് അത് ഫേക്കാട്ടാ. എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ അസാധുവാക്കുന്ന. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ലീപ്പിംഗ് ആണെങ്കിൽ കൂടി അങ്ങനെ ഞാൻ എനിക്ക് ഉറക്കേയില്ല. ഗോയിങ് വിത്ത് ഫ്ലോ ആണോ?
അതെ അതെ അതന്നെ ആ സാധനം തന്നെ. ഓക്കെ, ഗോയിങ് വിത്ത് ദ ഫ്ലോ. എന്നാ ശരി. വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡ്രീം പ്ലേസ്? ഇവളുടെ അല്ലേ? നിങ്ങൾ ആരുടെയാണല്ലോ? രണ്ടുപേർക്കും. രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണല്ലോ പോവാ, ഒറ്റയ്ക്കല്ലോ. യൂറോപ്പ്, പാരീസ്. പോയില്ലേ ഇപ്പൊ? പാരീസിലേക്ക് പോയില്ല എന്നാ അതുകൊണ്ടാണല്ലോ നമ്മളത് ആഗ്രഹം. ഇനി വിസിറ്റ് ചെയ്യാൻ പോണെന്നാണോ? അല്ലല്ല, അവള് വന്നിട്ടില്ലേ പാരീസിലേക്ക്? അവള് വന്നിട്ടില്ല, ഞാൻ മാത്രമേ പാരീസിലുള്ളൂ. ആണോ? അതാണോ പറയണ്ടായിരുന്നേ വന്നിട്ട് വരാന്ന്? ഞാനും വിചാരിച്ചു ഡിന്നിയും പാരീസിലാന്ന് വിചാരിച്ചു. അല്ലല്ല, ഡിന്നി ഇവിടെ ആയിരുന്നു, ഞാൻ മാത്രമേ പാരീസിലുണ്ടായുള്ളൂ. അങ്ങനെ കൊണ്ടുപോയിട്ടില്ല ഗൈസ്, പക്ഷെ ഞാൻ പോവും. അതാ പറഞ്ഞ യൂറോപ്പ് രണ്ടുപേരും കൂടിയിട്ടുള്ള. ഫൈൻ ഫൈൻ, സെയിം തന്നെയാണ്. അതെ യൂറോപ്പ് പാരീസ് ഒക്കെ ആൻസർ തന്നെ. കൂട്ടണില്ലേ? എത്ര? ഇത് കറക്റ്റാ. ഇത് രണ്ടും കറക്റ്റ് ആക്ക്. രണ്ടുപേർക്കും പോയിണ്ട. തല്ല് കൂടിയാല് ആദ്യം വന്ന് മിണ്ടുന്നതാരാ? അയ്യോ അത് ഡിപ്പെൻസ് ആണ്. നീ എഴുതിക്കോ. എന്തുട്ടല്ല അതിനിങ്ങനെ പറയണേ? കറക്റ്റ്, ഡിപ്പെൻസ് ആണ്. മീ. ഡിന്നി ആദ്യം തന്ന സർപ്രൈസ് എന്താണ്? എന്തെങ്കിലും സർപ്രൈസ് തന്നിട്ടുണ്ടോ ഡിന്നി? എന്തെങ്കിലും? അതെന്താണ്? സർപ്രൈസ് ആയിട്ട് തന്ന ഗിഫ്റ്റ് ഒക്കെ ആണോ? ആദ്യം തന്ന സർപ്രൈസാ? സർപ്രൈസ് ആണോ ഗിഫ്റ്റ് ആണോ? ഗിഫ്റ്റ് ആയിക്കോട്ടെ. സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത്. ചോക്ലേറ്റ്. ഏത് ചോക്ലേറ്റാ? ലവ് ഇറ്റ്. അല്ല, ഡയറി മിൽക്ക്. ആര്? ഡയറി മിൽക്ക് നീ എനിക്ക് തന്നിട്ടില്ലേ? ഇല്ല. ലവ് ഇറ്റ് തന്നിട്ടുണ്ട്. അതാണ് ആദ്യമായിട്ട് തന്നത്. സാരില്ല, ഞാൻ ഡയറി മിൽക്ക് അല്ല. എന്റെ തെറ്റെന്ന് വെച്ചാൽ ഈ ലവ് ഇറ്റിന്റെ കവർ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. അതാ പറഞ്ഞ. എത്ര വർഷം മുമ്പത്തെ? 9 വർഷം മുന്നത്തെ. ആ കവർ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. ഡെഫിനറ്റ്ലി, സീരിയസ്ലി ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. കുറച്ചു ദിവസം മുന്നേ കൂടി കാണിച്ചു. അതായത് നമ്മളുടെ ആ ടൈം പീരീഡില് നമ്മൾ ട്രാവൽ ചെയ്ത സാധനങ്ങള്, അതായത് ഇപ്പൊ ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ട ടിക്കറ്റ്, പിന്നെ പോലീസ് പിടിച്ചപ്പോൾ പോലീസിൽ ഫൈൻ അടച്ചതിന്റെ റെസിപ്റ്റ്. വെറുതെ അന്നത്തെ കാലത്ത് വെറുതെ ചെക്കനും പെണ്ണൊക്കെ ഇരിക്കണം അങ്ങനത്തെ സംഭവത്തിലാണ് പിടിച്ചിട്ടുള്ളത്. വെറുതെ ഞങ്ങള് അങ്ങനത്തെ സംഭവം വെച്ച് കഴിഞ്ഞാൽ മറ്റേതിനൊന്നല്ല പിടിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനല്ല പിടിച്ചത്. ഞങ്ങള് വെറുതെ മറ്റേ ഇവിടെ പോയി ഇരിക്കായിരുന്നു. എന്നിട്ട് സ്ഥലത്തിന്റെ പേര് സ്നേഹതീരത്ത് ഇരിക്കായിരുന്നു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഇരിക്കണ സമയത്ത് ഞാൻ ഒന്ന് പെട്ടെന്ന് എണീറ്റു. ഇരിക്കണ ആള് ഞാൻ ഒന്ന് നമുക്ക് പോവാന്ന് പറഞ്ഞത് എണീറ്റു. അപ്പൊ പോലീസ് റോട്ടിൽ കൂടെ പോണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇരുന്നു. പോലീസ് അത് കണ്ടു. അതുകൊണ്ട് വന്നതാ, അല്ലെങ്കിൽ വീട്ടിലായിരുന്നു. ഉദ്ദേശിച്ചൊന്നുമില്ല. അല്ല വേറെ ഒന്നല്ല. ഒന്ന് തരൂ, തരൂ. താങ്ക് യു. ഇനി അടുത്തത് അതുപോലെ തന്നെ ചേട്ടൻ ആദ്യം തന്ന ഗിഫ്റ്റ്. അയ്യോ ഡയറി മിൽക്ക് ആണോ? അത് വേണ്ട, അതിന് ശരിയാക്കും. ഓക്കെ, നെക്സ്റ്റ്. ഡിന്നിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം? ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് അവൾക്ക് ഇഷ്ടപ്പെടാത്തത്? അല്ല, ഡിന്നിക്ക് എന്ത് ചെയ്യുമ്പോഴാണ് ദേഷ്യം വരിക? ചേട്ടൻ അതായത് പൊന്നസ് എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ദേഷ്യം വരാ? ഡിന്നിക്ക് ദേഷ്യം വരും എന്തിനാ? അത്രേ ഉള്ളൂ. ചിലർക്ക് ചിലർക്ക് ദേഷ്യം വരും. അങ്ങനെ അതുപോലെ എന്തെങ്കിലും? എഴുതി കൂട്ടണേ. ഓ വെരി ബാഡ്. ഫുൾ ടൈം ടൈം സ്പെൻഡ്. അതന്നെ, ടൈം സ്പെൻഡ്. ഷീ നീഡ് സം ടൈം. അപ്പൊ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട്. ഫോൺ നോക്കിയിരിക്കുന്നത് എന്റെ ജോലി, അതെവിടെയാണ് സാധനം, ജോലി കാര്യങ്ങളായിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അതാണ് അവൾ ഉദ്ദേശിച്ചത്. ഫോൺ നോക്കിയിരിക്കണു, ടൈം സ്പെൻഡ് ചെയ്യണില്ല. അവൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച ആൾ ഉദ്ദേശിച്ചത് സെയിം തന്നെയാ. പക്ഷെ ഞാനത് ഫുൾ ടൈം ഫോൺ നോക്കിയിരിക്കാന്ന് പറഞ്ഞു.
ഇതിപ്പോ നിങ്ങളിപ്പോ എന്താ ചെയ്തിരിക്കണെന്ന് അറിയോ, നിങ്ങൾ ഉദ്ദേശമൊക്കെ ഒന്നാ, പക്ഷെ 2 രീതിയിൽ എഴുതി വെച്ചിരിക്കും. ഇതിലിപ്പോ ഞാൻ ഞങ്ങള് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നു. ഇതാണ് നിങ്ങൾക്ക് മനപ്പൊരുത്തില്ലെന്ന് പറയണേ, ഇത് നല്ല പൊരുത്താണല്ലോ. ആരെ പറഞ്ഞ മനപ്പുറത്തില്ല ഞങ്ങൾ പറഞ്ഞു? അത് ഞങ്ങൾ തമാശക്ക് വിടുന്നില്ല, നിങ്ങൾ എന്താ പറഞ്ഞത് അറിയാൻ വേണ്ടിട്ട്. അപ്പോഴും പ്രതീക്ഷ അടുത്തത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കേട്ടാ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് എഴുതിയാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ യെസ് ഓർ നോ. വൈഫിനോട് ഇതുവരെ പറയാത്ത സീക്രട്ട് ഉണ്ട്. അത് ആളാണോ എഴുതണ്ടത്, ഞാനാണോ എഴുതണ്ടേ? അത് ചേട്ടൻ എഴുതിക്കോട്ടെ. എന്നോട് എഴുതിക്കോ. ഹസ്ബൻഡിനോട് പറയാത്ത സീക്രട്ട് ഉണ്ട്. കാണിക്ക് നോ കാണിക്കണോ തന്നെ എഴുതുണ്ടാവുള്ളൂ. സീക്രട്ട് ഉണ്ട്. അതിനെന്താന്ന് നിങ്ങള് കാറിലും പോയി ചോദിച്ചോ. പക്ഷെ കണ്ടോ ഡിന്നിയുടെ മനസ്സിൽ എനിക്ക് സീക്രട്ട് ഉണ്ടാവാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. പറയാണ്ടിരിക്കാൻ പറ്റാത്തായിട്ടുള്ള സീക്രട്ടുകളൊന്നല്ല. വേണ്ട പറയണ്ട വിചാരിച്ചിരിക്കുന്നു. അല്ല അതങ്ങനല്ല, അതിപ്പോ എങ്ങനെയാ എന്തെങ്കിലും ആയിട്ട് ആ സംഭവം നടന്നിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളും ഉണ്ട്. അതാണ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ആൾക്കുണ്ടാവും. ഞാൻ പക്ഷേ ചെകയാറില്ല, ഞാൻ ചെകഞ്ഞു നോക്കില്ല. ഒരാളുടെ ഒരു പരിധിക്കപ്പുറം കടക്കരുത്. പേഴ്സണൽ ലൈഫിലേക്ക് ഡിന്നി കല്യാണത്തിന് ഇട്ട സാരിയുടെ കളർ. കല്യാണത്തിനാണോ കല്യാണത്തിന്റെ അന്ന് ഇട്ട സാരിയുടെ കളർ. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് തന്നെയാണോ അതിന്റെ കളർ എന്ന് എനിക്കറിയില്ല. ലൈറ്റ് റെഡ്, മെറൂൺ ഡാർക്ക് റെഡ്, റെഡ് ഉണ്ട്. എന്തോ അത് ആ സാരി കാണിച്ചു കഴിഞ്ഞാൽ വർഷം പറയും. വർഷക്ക് കാണിച്ചു കളറ് ഫോണിലുണ്ട്. അല്ലാതെ അങ്ങനത്തെ റെഡ് ഉണ്ട്. ഒരു പകുതി ശരിക്കും ആ കളറിന്റെ പേര് മെറൂൺ ആണ്. മെറൂൺ ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വന്നേക്കണേ. ലൈറ്റ് റെഡ് അല്ല, അതിന് മാർക്കില്ല. റെഡ് വേറെ ഇനി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ട്രിപ്പ് പോയ സ്ഥലം. ട്രിപ്പായിട്ടാണ് പോയത്. ശരിയല്ലോ, സ്ഥലം മനസ്സിലായില്ലേ? കൊണ്ടില്ലേ അതിനകത്ത്? വാഗമൺ മാൽഡീവ്സ് ആണോ? ട്രിപ്പായിട്ട് പോയെന്ന് ഉദ്ദേശിച്ചിട്ടാ. വാഗമണിലേക്ക് നിങ്ങൾ ആരുടെ കൂടെ പോയി? നീ പോയത് ആരുടെ കൂടെ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ വാഗമൺ പോയത്? വാഗമൺ എന്താ പോയേ? ട്രിപ്പായിട്ട് പോയതാണോ നമ്മളത്? നമ്മള് കസിന്റെ വീട്ടിൽ പോയതല്ലേ? ഏത് കസിന്റെ വീട്ടിൽ? വാഗമണിലേക്ക് നമ്മൾ ശരിയാട്ടോ, ശരിയാ. അല്ലല്ല പോയിട്ടുണ്ട്, റിസോർട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ മാൽഡീവ്സ് ആള് പോയിന്റ് കണക്കൂട്ടുണ്ടോ? ആൾക്ക് 0, എനിക്ക് കൂടുതൽ. അങ്ങനെയൊന്നുമില്ല. ആദ്യം പോയത് മാൽഡീവ്സ് അത് കഴിഞ്ഞിട്ട് പോയെ. ഇനി ലാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടില്ല, പരിപാടി കഴിഞ്ഞു. ഈ പരിപാടി ഡിന്നിയുടെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ അത് ഒരിക്കലും തെറ്റില്ല. തെറ്റില്ല അല്ലേ? തെറ്റാതിരിക്കാനല്ലേ? അതൊരിക്കലും തെറ്റാത്തല്ലേ ഏട്ടാ? ഇതൊക്കെ നോക്കി വെച്ചോട്ടാ. ബർത്ത്ഡേ അല്ല ചോദിക്കേണ്ടിയിരുന്നത്, വെഡിങ് വെഡിങ് ആനിവേഴ്സറി ചോദിച്ചെങ്കിൽ പെട്ടനാള്. അതെ. ചേട്ടന്റെ ബർത്ത്ഡേ. അല്ല, ഒരാള് വെച്ച് രണ്ടാള് ചോദിക്കണല്ലേ? കൊള്ളിനില്ലല്ലോ, ലേറ്റ് അതിന്റെ പേര് എഴുതാൻ പറ്റാത്ത. എന്റെ ബർത്ത്ഡേ ഞാൻ തെറ്റിക്കില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ്. അത് വിത്ത് ഇയർ അടക്കം. വിത്ത് ഇയർ അടക്കം. ദൈവമേ,
ഇതൊരു കറക്കി കുത്ത 2 ഓപ്ഷൻ എന്റെ കയ്യിലുണ്ട്. ആകെ 2 ഓപ്ഷൻ ഉള്ളൂ. ഒന്ന് കറക്റ്റ് ആവും, അത് ആൾക്ക് എപ്പോഴും തെറ്റണത്. കാര്യം. കാരണം ഞങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്ത ഡേറ്റ് വേറെയാ. ഓ, അതിന്റെ ഒരു കുറ്റം പറയാൻ പറ്റില്ല കേട്ടാ. ഞാൻ കറക്റ്റ് ആക്കിണ്ടല്ലോ. ചിലപ്പോ തെറ്റും. അതെ, ഡിന്നോടാ കാണിച്ചേ. ശരിയായി. നവംബർ 30 ചിലപ്പോ ഞാൻ 30 പറയാറുണ്ട്, ചിലപ്പോ 29 പറയാറുണ്ട്. ശരിക്കും 30 ആയിരുന്നു വരേണ്ട കല്യാണം. അത് ഒരു ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ 29 ആക്കിയത്. അപ്പൊ അതിന്റെ ഇത് എപ്പോഴും വരാറുണ്ട് ആൾക്ക്. വിജയകരമായിട്ട് നിങ്ങൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ചേട്ടന് 10, ഡിന്നിക്ക് 12. ഗിഫ്റ്റ് എടുത്ത ഞാൻ എന്നോണ്ട് തോറ്റതാ. എനിക്ക് എനിക്ക് ഉമ്മ കിട്ടാൻ വേണ്ടിട്ട് തന്നു. ചേട്ടൻ കൊടുക്കണം. എനിക്ക് നാളാട്ടാ. ഹാപ്പി ഹാപ്പി. വാഗമണ്ണുള്ളിലെടുക്കണ്ടത് അവളുടെ കൂടെ തന്നെ പോയി വരാനും കൂടെ ഇല്ല. ഞാൻ വെറുതെ പറയണം. അപ്പൊ എനിക്ക് അത് ഏറ്റെടുത്തിട്ട് ഓക്കെ കഴിഞ്ഞു.